അപ്പോൾ പുരിയിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പെട്രോൾ പമ്പിലാണ് നിന്നത്. അപ്പോൾ അവിടുന്ന് പോകുന്നു. ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളത് ഒരു ജഗന്നാഥ ക്ഷേത്രമാണ് പുരിയിൽ. പുരിയിൽ എന്താ കണ്ടതെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് പറയാനുള്ളത് തന്നെയാണ്. പിന്നെ ബീച്ചുണ്ട്. ആൾക്കാരെല്ലാവരും ചോദിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് പുരിയിൽ പോയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ സംഭവമാണ് ഈ ടെമ്പിള്. അപ്പോൾ അവിടെ നിന്ന് പോകണം. പിന്നെ ബീച്ച്, ഇങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെ കാഴ്ചകളുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇവിടുത്തെ ഒരു തിരക്കാണിത്, മൊത്തം നല്ല തിരക്കാണ്. പുരിത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. വട ഉണ്ട്, പിന്നെ പൂരി, അതുപോലെ കടല, ഇഡ്ഡലി, ചട്ട്ണി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിന് 30 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്. കണ്ടില്ലേ, ഉപ്പുമാവും അതുപോലെ കടലക്കറിയും. പിന്നെ ആ സൈഡ് മൊത്തം കച്ചവടമാണ്. അതുപോലെ തന്നെ ഈ സൈഡും ഫുള്ള് കച്ചവടമാണ്. ഈ ഒരു ലൈനും മൊത്തത്തിൽ കച്ചവടമാണ്. ആകെ തിരക്കാണ്. റോട്ടിൽ കൂടെ വാഹനങ്ങളും ആളുകളും കച്ചവടക്കാരും എല്ലാവരും കൂടി ആകെ ഒരു ബ്ലോക്കാണ് ഇവിടെ. ഞാൻ കഴിച്ച തട്ടുകട അവിടെ ഉണ്ടോ, അവിടെയും തന്നെ നല്ല തിരക്കാണ്. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി നല്ല തിരക്കാണ്. ഈ സൈഡിലൊക്കെ ഫുള്ള് ഇങ്ങനത്തെ കടകളാണ്. വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിനൊക്കെ പൊതുവേ വില കുറവാണ്. ഒരു 20 രൂപ 30 രൂപയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. വടയാണെങ്കിലും പൂരി ആണെങ്കിലും അതുപോലെ ഉപ്പുമാവാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ്. നല്ല ചൂടെണ്ണയിലേക്ക് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. കല്യാണ ടീംസിന്റെ വണ്ടിയാ തോന്നുന്നു. 2-3 വണ്ടി ഉണ്ട്. ഫുള്ള് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടാ കേട്ടോ. അതാ ഒരു വണ്ടി അവിടെ പോകുന്നുണ്ട്. ഇതാ ഒരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാ തൊട്ടിപ്പുറത്തൊരു പൂക്കട ഉണ്ട്. ഇവിടുന്ന് പൂ മേടിക്കുക, അലങ്കരിക്കുക. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വണ്ടി പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു കൊണ്ടിരിക്കേണ്ടത്. ആ നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണത്. ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. തൊട്ടപ്പുറത്തുള്ള വണ്ടിയിൽ കണ്ടില്ല, നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ വണ്ടികൾ ഇതേമാതിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂക്കടേന്റെ മുന്നിലുള്ള വണ്ടികൾ മുഴുവതാണ്. ഇത് അവിടെയൊക്കെ അലങ്കരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ എന്തോ ഒരു അലങ്കാരാണോ. ഇതൊന്ന് കാണേണ്ട സംഭവം തന്നെ കേട്ടോ. ഇത് മറ്റേ പറക്കും തളികയിലൊക്കെ ഉണ്ടല്ലോ ഒരു അലങ്കരിക്കല്, അതേപോലെയാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ ഇത് കണ്ണ് കാണും ഡ്രൈവർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാല്. ഇതാ ഇവിടെ കുറെ കാടും പൊന്തയും പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പുറത്തെ വണ്ടി ഉണ്ടല്ലേ, പൂക്കൾ എന്ന് പറഞ്ഞാല് അപാര പൂക്കളാട്ടോ. नाम क्या? लक्ष्मण. लक्ष्मण, आप कहाँ से? वेस्ट बंगाल. ये गाड़ी पूरा ऐसा करने का कितना रुपया? वो मत आपको मालूम नहीं? അപ്പൊ വായിനോട് ചോദിച്ചപ്പോ അതിന് പൈസ എത്രയാന്ന് അറിയില്ലായിരുന്നു. നല്ല സംഖ്യ ഉണ്ടാവും എന്തായാലും. ഈ രൂപത്തിൽ അലങ്കരിക്കണ്ടേ. ഇതൊക്കെ ഒറിജിനൽ പൂക്കൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണ്. പ്ലാസ്റ്റിക്കും ഉണ്ട്, ചില സ്ഥലത്തൊക്കെ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇതൊക്കെ ഒറിജിനലേക്കാണ്. പൂര ഒറിജിനൽ, ഇതൊക്കെ ഒറിജിനൽ കേട്ടോ. ചില വണ്ടികളൊക്കെ പ്ലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചവിട്ടിക്കൊണ്ട് പോണ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും നിലവില്. ഇതാ ഇപ്പുറത്ത് വേറൊരു വണ്ടി ഉണ്ട്, കണ്ടില്ലേ. ഇങ്ങനത്തെ വണ്ടിയൊക്കെ നിലവിൽ ഇപ്പോഴും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജഗന്നാഥ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 11-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ വിഷ്ണുവിന്റെ മറ്റൊരു രൂപമായിട്ടുള്ള ജഗന്നാഥൻ, അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിട്ടുള്ള പിന്നെ ബലരാമനും അതുപോലെ സുഭദ്രക്കും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ചാർധാം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോണ് അല്ലെങ്കിൽ ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെക്കേണ്ടതായിട്ട് വരും. വലിയൊരു ക്ഷേത്രമാട്ടത്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഉള്ളിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല തിരക്കുമാണ് ഇപ്പോൾ. മണിക്കൂറുകളോളം വാരി നിൽക്കേണ്ടി വരും ഇതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ. ഒഡീഷയിലെ രാജവംശമായിട്ടുള്ള ഗംഗാ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു പുരാതന ക്ഷേത്രമാണ്. കണ്ടില്ലേ, നല്ല തിരക്കാണ്. നല്ല വരി നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരി നിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു വിഗ്രഹം അല്ല കേട്ടോ ഇവിടെ ഉള്ളത്.
ഇവിടെ ഉള്ളത് സ്പ്രൂസ് എന്ന് പറഞ്ഞൊരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ ഇതാണ് പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അത് 12 വർഷം കൂടുമ്പോൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. ആ ഒരു രീതിയൊക്കെയാണ് ഇവിടെ നിലവിലുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് റഷ്യൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വൈഷ്ണവ ക്ഷേത്രം കൂടിയാണല്ലോ. അപ്പോൾ റഷ്യൻസ് ഈ മായാപൂര് പറഞ്ഞ വെസ്റ്റ് ബംഗാളിൽ മായാപൂരിൽ കുറെ ക്ഷേത്രത്തിൽ, ഇസ്കോൺ ക്ഷേത്രത്തിൽ ഇവരാണ് കൂടുതലുള്ളത്. റഷ്യൻസ് അവര് ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഭജന ഉള്ളൊരു സ്ഥലമാണ് മായാപൂര് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവിടുത്തെ കുറച്ച് ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം അവര് ഭജനയും കാര്യങ്ങളൊക്കെ ഇവിടെ. ഫയർഫോഴ്സുകാർ കണ്ടില്ല, വെള്ളം നനയ്ക്കാണ് ഇവിടെ. ആളുകൾക്ക് ചെരുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് നടക്കുമ്പോഴേ നല്ല ചൂടാവൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ മാറ്റില് വെള്ളം നനച്ചുകൊണ്ടിരിക്കണത്. ക്ഷേത്ര കോമ്പൗണ്ട് കണ്ടില്ലേ, നല്ല വലുപ്പാട്ടതാ. നല്ല ചുറ്റുമതിലൊക്കെ നല്ല വലുപ്പുണ്ട് ഇവിടെ. വലിയ ക്ഷേത്രമാണ്. അപ്പൊ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിട്ടോ മൊത്തം കണ്ടുവരണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കും. പിന്നെ ഇവിടെ പ്രസാദത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഏറ്റവും ചുരുങ്ങിയത് 100 ഗ്രാമിന് പല ഐറ്റംസ് ഉണ്ട് പ്രസാദങ്ങൾ. 100 ഗ്രാമിന് ഒരു 220 റുപ്യ മുതൽ ഇങ്ങോട്ട് പിന്നെ 1 കിലോന് 1,30,000 റേറ്റ് ഉണ്ട്. അത്രയ്ക്കും വലിയ റേറ്റുള്ള പ്രസാദങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ അതിങ്ങനെ വേണോ വെച്ചാണ്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ 50 രൂപയുള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു കഥയാണ്. ഒക്കെ കൈയിട്ട് വാരിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. തീരെ വൃത്തിയില്ലാത്ത രീതിയിൽ പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൃത്തിയില്ല, കൈയിട്ട് ഇങ്ങനെ വാരി ഇങ്ങനെ കൊടുക്കുകയാണ് അവിടെയൊക്കെ. അപ്പം അങ്ങനത്തെ രീതികളൊക്കെയാണ് അവിടെ ഉള്ളത്. സൈക്കിൾ റിക്ഷകൾ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പുരിയിൽ. ഇത് കണ്ടില്ല, ഇവിടെ ഒക്കെ തന്നെയാണ്. ഇവിടെ കുറെ മായാപൂരിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവിടെ കൂടുതൽ റഷ്യൻസ് ആണ്. പിന്നെ കണ്ടില്ല, അമ്പലത്തേക്ക് വരികയാണ്. ഭജനയൊക്കെ ആലോചിച്ചിട്ടാണ് അവർ വരുന്നത്. ഹലോ, കണ്ടില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഭജനയിലാണ്. ഇവിടെ ചിക്കൻ കറിയും ചോറും 80 രൂപ കേട്ടോ. പിന്നെ 2 മുട്ട ചോറ് അതിന് 80 രൂപ. പിന്നെ മീൻകറിയും ചോറും ആണെങ്കിൽ 50 രൂപയുള്ളൂ. ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. അത്യാവശ്യം തിരക്കിടില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പൂരി ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. പൂരിയല്ല, പുരി. ബീച്ചില് സമയം 3 മണിയാണ്. നല്ല വെയിലുണ്ട്. അവിടെ ഒട്ടക സവാരിയൊക്കെ ഉണ്ടല്ലോ. ഒട്ടകങ്ങൾ ഇഷ്ടംമാരുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ ബീച്ചൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളൊക്കെ ബീച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ. ആളുകൾക്കൊക്കെ നിൽക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. മറ്റേ ചെന്നൈത്തൊക്കെ ബീച്ച് പോലെയാണ്. നല്ല വീതി ഉണ്ട്, കണ്ടില്ലേ, ഫുള്ള് വീതി ഉണ്ട്. വണ്ടി ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒട്ടക സവാരിക്ക് എത്ര രൂപയാണാവോ ഒന്ന് ചോദിച്ചു നോക്കാലോ. ഹലോ ഭയ്യ, കിतना पैसा? 100 रुपया. कितना घंटा है? 100 मीटर जाएगा, 100 मीटर आएगा. ഓക്കെ. 100 രൂപ ഒട്ടക സവാരിക്ക്. പിന്നെ ഈ ബീച്ച് കണ്ടിട്ട് ചെന്നൈത്തെ ബീച്ചിന്റെ അതേപോലെ തോന്നുന്നത്. അവിടെ സൈഡിൽ കെട്ടിടം ഇതേപോലെ മൊത്തത്തിൽ അതേ അവസ്ഥ തന്നെയാണ് ബീച്ച് കണ്ടിട്ട്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ, തിരക്കെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീച്ചിൽ. മണലൊക്കെ മൂടിയിരിക്കുക കേട്ടോ. കാലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് മൂടിയിട്ടുണ്ട്. ഇതാ ഇപ്പുറത്ത് വേറൊരുത്തനെ മൂടിയിട്ടുണ്ട്. നാം ക്യാ? റോഷൻ. അപ്കാ? പ്രദീപ്. എൻജോയ് ബ്രോ. ഓക്കെ. ഒരു ഫാമിലി മൊത്തത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് പോകുക കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ആർപ്പുവിളിയാണ്. ഈ ബീച്ച് കണ്ടിട്ട് ഒരു മറ്റേ ലക്ഷദ്വീപത്തൊക്കെ അവസ്ഥ അതേപോലെ തോന്നുന്നത്. കാരണം നല്ല നീല കളർ വെള്ള. പല ടൈപ്പ് കച്ചവടക്കാരുണ്ട് കേട്ടോ. നല്ല നീല കളർ വെള്ളമാണ്. ഇത് അപ്പുറത്തൊരു ഒട്ടകണ്ട്.
പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് നോക്കുമ്പോ നല്ല ഇരുണ്ട നീല, കുറച്ചും കൂടി സൈഡിൽ ഈ തിരമാലേന്റെ അവിടെ ഒരു ലൈറ്റ് നീലയായിട്ടും. അപ്പൊ ഒരു ലക്ഷദ്വീപിന്റെ ഒക്കെ അതേ ഒരു ഇത് കിട്ടുന്നുണ്ട് ഇവിടെ. ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് ആളുകൾ വരാനുള്ള കാരണം ഒന്ന് ഈ പൂരി ക്ഷേത്രത്തിൽ വരുന്ന ആളുകള്, അവിടെ വരുന്ന ആളുകൾ എന്തായാലും ബീച്ചിലും വരും. പിന്നെ ഈ ബീച്ച് അല്ലെങ്കിലും തന്നെ കാണാൻ സ്റ്റൈലും ഉണ്ട്, വെള്ളത്തിൽ ചാടാനും ഒക്കെ നല്ല പറ്റിയ സ്ഥലം തന്നെയാണ്. അധികം ഇവിടെ കരയിലൊന്നും വലിയ ആളില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങി നീന്താനൊക്കെ പറ്റും. അപ്പോൾ ആളുകൾ ആ രീതിയിലും വരും ഇവിടെ. ഒട്ടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അവിടെയൊക്കെ സുഖമായിട്ട് പോവാ, അധികം ആളില്ലാത്തതുകൊണ്ട് നീന്താനും സുഖമാണ്. ഫോട്ടോഗ്രാഫർമാരുണ്ട് കേട്ടോ ഇവിടെ, ആണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി തരും. ഓ, പല ആൾക്കാരും ഓരോരുത്തരും ഓരോ പോസിലൊക്കെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഐറ്റംസ് പോസാണല്ലോ. ഞാൻ ഇപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ആദ്യമായിട്ടാണ് ഒരു ബീച്ചിൽ വരുന്നത്, പൂരി ബീച്ചില്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഏകദേശം ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വിശാഖപട്ടണം. ചില ഓരോരുത്തർ വൈബാക്കണ കണ്ടില്ലേ. അപ്പൊ പുരിന്ന് പോവുകയാണ്. കുറെ സമയമായി ബീച്ചിൽ കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. നല്ല വെയിൽ കൊള്ളുന്നുണ്ട്, വെയിൽ കൊണ്ട് ആകെ കരുവാളിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിൽക്ക ലേക്കിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഗ്രാമത്തിന്റെ ഒക്കെ ഒരു ലുക്കാണ് ഇപ്പൊ നിലവിലുള്ളത്. ഒരു ഇടത് ഭാഗത്ത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കടലാണ്. ഈ ലേക്കിന്റെ അവിടെ ചെന്നാണ്ട് പിന്നെ റോഡ് അവസാനിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. ഇനി അതേ നേരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. നേരെ അതിലെ റോഡ് അപ്പുറത്തേക്ക് ആന്ധ്ര സൈഡിലേക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്തായാലും ഇവിടെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെയാണ്, പാടങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. വലിയ വാഹനത്തിരക്കൊന്നും ഇല്ലാതെ സാധാരണ വീടുകള്, പാടൊക്കെ ടോപ്പാണ് കേട്ടോ ഇവിടെ. നല്ല സ്റ്റൈലുണ്ട് ഇവിടെ കാണാനും. കണ്ടില്ല, സൂര്യനെ അസ്തമിക്കാനായിട്ട് പാടം കണ്ടില്ല, ഒരുപാട് ഇങ്ങനെ പാടങ്ങൾ കാണാം ഇവിടെ രണ്ട് സൈഡിലും റോഡിന്റെ. പിന്നെ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് കുളങ്ങളാണ്, വലിയ വലിയ കുളങ്ങൾ റോഡിന്റെ രണ്ട് സൈഡിലും കുറെ കണ്ടിട്ടുണ്ട്. മീൻ വളർത്താനോ കുളിക്കാനോ ഒക്കെ ഉണ്ടാക്കിയതോ കാണുന്നത്. ഇവിടെ മറ്റേ ഗുണ്ടൽപേട്ടിലൊക്കെ പോയ പോലെ കേട്ടോ, റോഡിലൊക്കെ ഫുള്ള് കന്നുകാലികളാണ്. വരുന്ന വഴിക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇഷ്ടം പോലെ കന്നുകാലികൾ റോഡിൽ ഇങ്ങനെ ബ്ലോക്കാക്കി നിൽക്കും. കണ്ടില്ലേ, മൊത്തം തന്നെയാണ്. പിന്നെ ലേക്ക് ഇവിടെ തുടങ്ങാനായിട്ടുണ്ടോ, 1-2 കിലോമീറ്ററും കൂടി പോയാൽ ലേക്ക് എത്തി. പിന്നെ അങ്ങോട്ട് റോഡില്ല, അവിടെ അവസാനിക്കുകയാണ്. ഇതുണ്ടല്ലേ, വാഹനങ്ങൾക്കൊന്നും പോവാനേ പറ്റണില്ല, ഫുള്ള് റോഡിൽ നിന്നിട്ട്. അപ്പൊ ചിൽക്ക ലേക്കിന്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്ഥലപ്പേര് സത്തപട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുന്ന് ബോട്ടിൽ ഈ വണ്ടി കൊണ്ടുപോവാ. 5 കിലോമീറ്റർ ആണ് ഉള്ളത് ജനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ ബോട്ടിനും ആളിനും കൂടി 30 രൂപയാണ് പറഞ്ഞത്. രാത്രി പോവുകയാണെങ്കിൽ 100 രൂപയാവും. അപ്പൊ ഞാൻ രാത്രി ഒന്നും പോണില്ല അറിഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുകയാണ് അറിഞ്ഞു. അപ്പൊ ഇന്ന് എന്തായാലും പോണില്ല, നാളെ പോണുള്ളൂ. ഇവിടുത്തെ പകൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണല്ലോ. അപ്പൊ ഒരു ഫെറി യാത്ര നാളെ നടത്തണം. ഇന്ന് എവിടെയൊക്കെ ടെന്റ് അടിച്ച് കൂടണം. ഇത് കണ്ടില്ലേ, കുറെ ആൾക്കാർ ഇതോ പിന്നെ ബോട്ടില് ഇതില് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. രാത്രി പോവാനാവുകയാണെങ്കിൽ അവർക്ക്. റോഡായിട്ട് ഇവിടെ അല്ല, ഈ ഒരു ഫെറി സംവിധാനം മാത്രമേ ഉള്ളൂ. ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ആകെ പെടും കേട്ടോ. ഇവിടുന്ന് ഒരു പുരിക്ക് ഒരു 50 കിലോമീറ്ററോളം ഉണ്ട്. തിരിച്ച് ഇതേപോലെ തന്നെ ഓടിയിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരേണ്ടതായിട്ട് വരും. പിന്നെ ഇങ്ങനെ ഒരു ഫെറി സംവിധാനം ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സ്ഥലമാണ് കേട്ടോ, അത് ഇവിടെ ലാസ്റ്റ് ആണ് ഫെറി ഇവിടുന്നാണ് പോണത്. ഇതാ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ വേറെ ആൾക്കാരൊക്കെ രാത്രി തന്നെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ബോട്ടില് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ബൈക്ക് കുറെ ആൾക്കാരും ഉണ്ടായില്. ഇതെങ്ങനെയാണ് കൊണ്ടുപോവുക കേട്ടോ. ഒരു ചെറിയൊരു മരപ്പലക വെച്ചിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇത് കൂടെ അങ്ങനെ കയറ്റും.
കയറ്റിയിട്ട് അങ്ങനെ അതിൽ കൊണ്ടുപോകും. നെയ് 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 ഇന്ന് പോണുണ്ടോ? ഒന്ന് ഞാൻ പോണില്ല. പകല് കാണണ്ട, ഇവിടുത്തെ കാഴ്ച കാണണ്ട. ഇതാ വേറൊരു ബോട്ടിൽ ഇത് അപ്പുറത്തുനിന്ന് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബൈക്ക് വേറൊരു വണ്ടി കൊണ്ടിട്ടുണ്ട്, ഒരു ചെറിയ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും. അതിൽ കയറ്റി വെക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇതാ വേറൊരു വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇതും കയറ്റാനുള്ള പരിപാടിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള്. ഇവിടെ 2 ജങ്കാറുണ്ട് കേട്ടോ. മിക്കവാറും പകല് ഇതിലാവും വണ്ടി കൊണ്ടുപോകാനുള്ള സാധ്യത. രാത്രി അത്യാവശ്യക്കാർക്ക് ഇങ്ങനെ കൊണ്ടുപോകും. പകൽ ഇതാവാനാണ് സാധ്യത കേട്ടോ. 2 ഉണ്ട് ഇവിടെ നിൽക്കണ്. അപ്പൊ ഇതാവാനാണ് സാധ്യത. അപ്പൊ ഇന്ന് ഇവിടെ കേട്ടോ ടെന്റ് അടിച്ചിട്ടുള്ളത്. ഇതാ അവിടെ ഒരു കടേന്റെ തൊട്ട് മുന്നിലാണ്. ഇതൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇതൊരു 5-5:30 ബസ് ഉണ്ടാവും എന്നാ പറഞ്ഞത് രാവിലെ പുലർച്ചെ. അപ്പോഴേക്ക് ഇവിടുന്ന് എണീക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രശ്നമുണ്ട്. അവിടെ കടയൊക്കെ 5:30 തുറക്കുന്ന പറഞ്ഞത്. എന്തായാലും രാവിലെ വന്ന ആൾക്കാർ വിളിക്കുമല്ലോ. ആ ടെന്റ് അവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി ഇതാ തൊട്ടിപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സേഫാണെന്ന് പറഞ്ഞത്. കള്ളന്മാരോ പ്രശ്നക്കാരോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും അതാ പറഞ്ഞു നാട്ടുകാർ മൊത്തത്തിൽ. ഇപ്പം കടക്കാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ എവിടെ നിൽക്കുന്നു യാതൊരു പിടുത്തമില്ല. കാരണം ഈ ലേക്കിൻ്റെ ഇങ്ങോട്ട് അവസാനിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നല്ല സ്ഥലം കിട്ടുമോ അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴല്ല, എല്ലാവരും നല്ലതാണ് പറഞ്ഞ്. എവിടെ വേണേലും നിൽക്കാൻ നല്ല സേഫ്റ്റിയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനും. അപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സമാധാനമായി. ഇവിടെ ടെൻ്റ് അടിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.